10ാം ക്ലാസ്സിലെ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, മലയാളം സെക്കൻഡിൻ്റെ പരീക്ഷ വരാൻ പോവുകയാണ് അല്ലേ? ആ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള 6 മാർക്കിൻ്റെ ചോദ്യം ഉപന്യാസം തയ്യാറാക്കുക എന്ന ഒരു ചോദ്യം 100ൽ 100% എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വരുന്നതാണ്. ആ ചോദ്യം വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. വെറുതെ ഒരു പ്രഡിക്ഷൻ നടത്തുകയല്ല, ഒരു നിർവചനം അല്ലെങ്കിൽ ഒരു പ്രവചനം നടത്തുകയല്ല. പകരം ഈ ചോദ്യങ്ങൾ വരാം, അതിന് ഇന്ന കാരണങ്ങളുണ്ട്, അതുകൂടെ പറഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ചോദ്യം വരാൻ സാധ്യതയുണ്ട് എന്ന് നിങ്ങളോട് പറയുന്നത്. നോക്കൂ, നിങ്ങൾ 2025 മോഡൽ എക്സാമിനേഷൻ നിങ്ങൾ കണ്ടതാണ്. ചോദിച്ചതാണ് പ്രകൃതി സൗഹൃദ ജീവിതത്തിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കുക. കൊച്ചു ചക്കരച്ചിയുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം വന്നിരുന്നു. ഇനി 2024 ബന്ധങ്ങളുടെ തീവ്രത വർത്തമാനകാല സമൂഹത്തിൽ ഓരോ വിളിയും കാത്ത്, അതിൽ നിന്ന് ഉപന്യാസം വന്നു. ചോദ്യം നമുക്ക് പിന്നാലെ വരുന്നുണ്ട്. ചോദ്യപേപ്പറിൻ്റെ ഭാഗം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, അത് നമുക്ക് പിന്നാലെ വരും. ഇനി സ്നേഹമുള്ള അയൽപക്കമാണ് നന്മയുടെ ഇരിപ്പിടങ്ങൾ കോഴിയും കിഴവിയും. മോഡൽ എക്സാമിന് 2024 വന്ന മോഡൽ എക്സാമിനേഷൻ വന്ന ചോദ്യമാണ്. അതിന് നോക്കൂ, വാർദ്ധക്യം നേരിടുന്ന വെല്ലുവിളികൾ അമ്മത്തൊട്ടിൽ. മോഡൽ എക്സാമിനും വന്നത് വാർദ്ധക്യത്തിന് കരുതലേകാം അമ്മത്തൊട്ടിൽ. കണ്ടോ നിങ്ങൾ, രണ്ടിനും ആവർത്തിച്ച് ആ ചോദ്യം വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനിയോ, പ്രകൃതിയും മനുഷ്യനും കൊച്ചു ചക്കരച്ചി, കുടുംബസങ്കല്പവും ഓരോ വിളിയും കാത്ത്. ഇങ്ങനെയാണ് 21ലും 24, 25, 24, 23, 22, 21. ഈ ഇതിൽ 22ൽ വന്നിട്ടില്ല. അങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആവർത്തിച്ച് വന്നിരിക്കുന്ന ഒരു ചോദ്യം ഏതാണെന്നൊന്ന് നോക്കുക. 2023 വാർദ്ധക്യത്തെക്കുറിച്ച് അതേ ചോദ്യം തന്നെ വന്നിരിക്കുന്നത്. ഇനി നമ്മൾ എങ്ങനെയൊക്കെ വരാം, അല്ലാതെ വെറുതെ, ഞാൻ ഇപ്പോഴും പറഞ്ഞു, വെറുതെ ഒരു പ്രവചനം നടത്തി നിങ്ങളെ എന്താ പറയുക അത് തന്നെ പഠിച്ചു പോയാൽ മതി എന്ന് ഞാൻ പറയില്ല. കാരണം നമ്മൾ പ്രഡിക്ഷൻ നടത്തുന്നതിനൊരു പ്രധാന കാരണം ആവർത്തിച്ച് വരുന്ന ചോദ്യങ്ങൾ, അതിൻ്റെ പ്രാധാന്യം ഇവ വിലയിരുത്തിക്കൊണ്ടാണ്. നോക്കൂ, ഇവിടെ ഓരോ മനുഷ്യനും തന്നിലേക്ക് 2024 ചോദിച്ചാണ്, ഓരോ മനുഷ്യനും തന്നിലേക്ക് ചുരുങ്ങുകയും സ്വയം സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ പരസ്പര സ്നേഹവും വിശ്വാസവുമാണ് ജീവിതത്തെ മനോഹരമാക്കുന്നത്. ഈ ആശയമാണല്ലോ ഓരോ വിളിയും കാത്ത് എന്ന കഥയിലുള്ളത്. ഈ അഭിപ്രായവും കഥാസന്ദർഭവും വർത്തമാനകാല സാഹചര്യവും പരിഗണിച്ച് ബന്ധങ്ങളുടെ തീവ്രത വർത്തമാനകാല സമൂഹത്തിൽ എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കുക വന്നിരിക്കുന്ന ചോദ്യമാണ്. അതേ വർഷം തന്നെ 2025 മോഡൽ ക്വസ്റ്റ്യൻ വന്നത് വിൽക്കാനുള്ളതല്ല, ആളുകൾക്ക് ഓരോ 1ഉം 2ഉം പെറുക്കി തിന്നാനുള്ളതാണ് എൻ്റെ മാങ്ങ എന്നതായിരുന്നു കൊച്ചു ചക്കരച്ചിയുടെ നില. കൊച്ചു ചക്കരച്ചി വീഴില്ല, വീണാലും അവൾ ആപത്ത് വരികയില്ല എന്ന ഉറച്ച വിശ്വാസമാണ് അമ്മയ്ക്ക്. മനുഷ്യന് പ്രകൃതിയോടുള്ള ആത്മബന്ധം ഇന്നും നിലനിൽക്കുന്നുണ്ടോ? നിങ്ങളുടെ നിരീക്ഷണങ്ങൾ കൂടി ഉൾപ്പെടുത്തി പ്രകൃതി സൗഹൃദ ജീവിതത്തിൻ്റെ പ്രാധാന്യം എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കുക. ആധുനിക ജീവിതത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യബന്ധങ്ങളുടെ പ്രാധാന്യം, വാർദ്ധക്യത്തെ ഉൾക്കൊള്ളാൻ കഴിയാത്ത പുതുതലമുറയുടെ മനോഭാവവും വിഷയമായ കവിതയാണ് അമ്മത്തൊട്ടിൽ. കവിത വിശകലനം ചെയ്ത് വാർദ്ധക്യം നേരിടുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കുക. ഇനി അതിലൊരു പൂവൻ്റെ ഉപദ്രവം സഹിക്കാഞ്ഞു മാർക്കോസിൻ്റെ മകൻ കല്ലെടുത്ത് ഏറ് കൊടുത്തു, അത് ചത്തു. മത്തായിയുടെ വീട്ടുകാർ അതിനെ വേവിച്ചു തിന്നു. അങ്ങനെ മുകളിൽ നിന്ന് കീഴോട്ടിറങ്ങുന്ന മാർക്കോസും താഴെ നിന്ന് മേലോട്ട് വളരുന്ന മത്തായും അയൽക്കാരായി പാർത്തു. മകനെ മൂട് മറക്കരുത്. അന്ന് ഞാൻ ഈ നാട്ടിൽ വന്നപ്പോൾ കേന്ദ്രന്മാരൊക്കെ കെഞ്ചിയിട്ട് ഒരു മാടം വെച്ച് കെട്ടാൻ ആരും സമ്മതിച്ചില്ല. സൂചനകളും പാഠഭാവവും പരിഗണിച്ച് സ്നേഹമുള്ള അയൽപ്പക്കമാണ് നന്മയുടെ ഇരിപ്പിടങ്ങൾ എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കുക. അപ്പോൾ നമുക്കിതിൽ ഏറ്റവും സാധ്യതയുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് അമ്മത്തൊട്ടിലുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് മക്കളെ. ഒന്നാമത്തെ പരിഗണന, നിങ്ങൾ ഉപന്യാസം ചോദിക്കാൻ സാധ്യതയുള്ളതിൻ്റെ പട്ടിക എടുത്താൽ ആദ്യ സ്ഥാനം നിങ്ങൾ അമ്മത്തൊട്ടിലിന് കൊടുക്കണം. കാരണം അമ്മത്തൊട്ടിൽ ആവർത്തിച്ച് വരുന്നതാണ്, വർത്തമാനകാലത്തിനോട് സംസാരിക്കുന്നതാണ്. ഇന്നത്തെ കാലത്തെ അവസ്ഥ വെച്ചുകൊണ്ടുള്ള ചോദ്യം വരാൻ സാധ്യതയുള്ളതാണ് ഇത്. ഇനി രണ്ടാമത്തെ സ്ഥാനം നമ്മൾ എന്തിനു കൊടുക്കണം? ഓരോ മനുഷ്യനും തന്നിലേക്ക്, അതായത് ഏറ്റവും പ്രാധാന്യത്തോടെ ഇത് വായിക്കുക, രണ്ടാമതായി ഇത് വായിക്കുക, മൂന്നാമതായി ഇത് വായിക്കുക, നാലാമതായി ഈ 4 ചോദ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇനിയുമുണ്ട്.
ഇനിയുമുണ്ട്. അപ്പം ഈ പേജിൽ നിങ്ങൾ ആദ്യം ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത് ഇതിനാണ്. 1-ാം സ്ഥാനം കൊടുക്കേണ്ടത് ഇതിനാണ്, 2-ാം സ്ഥാനം കൊടുക്കേണ്ടത് ഇതിനാണ്, 3-ാം സ്ഥാനം കൊടുക്കേണ്ടത് ഇതിനാണ്. ഇത് 4-ാം സ്ഥാനം കൊടുക്കാം. പക്ഷേ ഇതിൽ നിന്ന് നമുക്ക് സാധ്യതയുള്ളത് കഥാപാത്ര നിരൂപണമാണ്. കഥാപാത്ര നിരൂപണമാണ് മാർക്കോസോ മത്തായോ അല്ലെങ്കിൽ അമ്മയോ സാധ്യതയുള്ള പട്ടികയിലുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ഇതൊന്ന് നോക്കി നോക്കുക. അപ്പോൾ അമ്മത്തൊട്ടിൽ ഇനി 2021 നന്മകൾ നിറഞ്ഞ ഗ്രാമീണ ജീവിതവും മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ആത്മബന്ധവുമാണല്ലോ കൊച്ചു ചക്കരച്ചിയിൽ ആവിഷ്കരിക്കുന്നത്. ഇത്തരത്തിൽ ബന്ധം ഇന്ന് നിലനിൽക്കുന്നുണ്ടോ? പാഠഭാഗത്തെ ആശയം നിങ്ങളുടെ നിരീക്ഷണങ്ങൾ ഉൾപ്പെടുത്തി പ്രകൃതിയും മനുഷ്യനും എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കുക. ഞാൻ നിങ്ങളോട് പറഞ്ഞു 3-ാം സ്ഥാനം കൊടുക്കുമ്പോൾ അതേ സ്ഥാനത്ത് തന്നെ വന്നിരിക്കുന്ന മറ്റൊരു ചോദ്യമാണിത്, അല്ലേ? അപ്പോൾ നോക്കൂ, എങ്ങനെ കൊണ്ടിറക്കേണ്ട സ്വയം കെട്ട് കരിന്തിരിയാളും വരെ ഒന്നെന്നെ കൊണ്ടുപോയിക്കണമെന്ന് ശല്യപ്പെടുത്തൽ പ്രതിഷ്ഠിച്ച കോവിലിൽ അമ്മത്തൊട്ടിൽ വൃദ്ധമാതാവിൻ്റെ മക്കൾ പട്ടിക്കൂട്ടിലടച്ചു. ഇതാണ് ഞാൻ പറഞ്ഞത്. നേരത്തെ 1-ാം സ്ഥാനം കൊടുക്കാൻ കാരണം ഇത് വർത്തമാന കാലത്തിനോട് നേരിട്ട് സംവദിക്കുന്ന ഒന്നാണ്. കാരണം ഇന്നും നമ്മൾ വാർത്തകൾ വായിക്കുന്നുണ്ട്. പട്ടിക്കൂട്ടിൽ വൃദ്ധമാതാവിനെ അടച്ചിട്ടു, അരയ്ക്ക് കീഴ്പോട്ട് തളർന്നു പോയ വൃദ്ധനെ ഉപേക്ഷിച്ച് മക്കൾ വീട് മാറി താമസം ആരംഭിച്ചു. ഇങ്ങനെയുള്ള വാർത്തകൾ വരുന്നത് കൊണ്ട് നമ്മളെപ്പോഴും അമ്മത്തൊട്ടിലിൽ നിന്നും ഒരു ഉപന്യാസം നമ്മൾ പ്രതീക്ഷിക്കണം. ഇനിയോ നോക്കൂ, ഗ്രാമജീവിതത്തിൻ്റെ വിശുദ്ധിയും കുടുംബ ബന്ധങ്ങളുടെ ശക്തിയുമാണ് ഓരോ വിളിയും കാത്തെന്ന് ചെറുകഥയിൽ ആവിഷ്കരിക്കുന്നത്. പ്രസ്താവന വിലയിരുത്തി ഓരോ വിളിയും കാത്തിലെ കുടുംബ ബന്ധ സങ്കല്പം എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കുക. അവിടെയും നമുക്കറിയാം കുടുംബ ബന്ധത്തിൻ്റെ ആഴം തന്നെയാണ് ഇന്ന്. എന്നാൽ അത്തരം കുടുംബ ബന്ധങ്ങളുടെ ശക്തി കുറഞ്ഞു വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞത് 2-ാം സ്ഥാനം എവിടെ കൊടുക്കണം. നോക്കൂ, ഓരോ വിളിയും കാത്ത്, അല്ലേ? മനുഷ്യനും കാലഘട്ടത്തിൽ പരസ്പര സ്നേഹവും ഓരോ വിളിയും കാത്ത്. അപ്പോൾ 2-ാം സ്ഥാനം കൊടുക്കാൻ കാരണം എന്താണ്? ആവർത്തിച്ച് വന്നിട്ടുണ്ട്. മനസ്സിലായോ? അപ്പം നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് ഇത്രയാണ് മക്കളെ. ഉപന്യാസം ചോദിച്ചു കഴിഞ്ഞാൽ വരാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 2 അമ്മത്തൊട്ടിൽ ഓരോ വിളിയും കാത്തു എന്നതായിരിക്കും. അതിന് പ്രാധാന്യം, ബാക്കിയൊന്നും പഠിക്കേണ്ട, അതിന് കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് കൊടുത്ത് എൻ്റെ മക്കൾ പഠിച്ചാൽ ഒരുപക്ഷെ 6 മാർക്കിൻ്റെ ചോദ്യം നിങ്ങൾക്ക് ഈസി ആയിരിക്കും. അത് കൃത്യമായി തന്നെ പഠിക്കുക. അതെങ്ങനെ എഴുതണം എന്നുള്ളത് കൂടെ സാറ് പറയുന്നുണ്ട്. എങ്ങനെയാണ് ഉപന്യാസം ചോദിക്കുമ്പോൾ ഒരു നല്ല ശീർഷകം, ഇതാണ് നിങ്ങളുടെ പേപ്പറെങ്കിൽ ബാനർ ഹെഡ്ലൈനായി നിങ്ങൾ കൊടുക്കേണ്ട ഒന്നാണ് അതിൻ്റെ ശീർഷകം എന്ന് പറയുന്നത്. എല്ലാത്തിനും പ്രകൃതിയും മനുഷ്യനും എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കുക. അതല്ലെങ്കിൽ വാർദ്ധക്യത്തിന് കരുതലേകാം. അപ്പോൾ ഉപന്യാസത്തിനുള്ള ശീർഷകം നിങ്ങൾക്ക് ചോദ്യത്തിൽ തന്നെ തന്നിരിക്കും. അതൊന്നും ഇവിടെ അല്പം നിങ്ങൾ എഴുതുന്ന സാധാരണ ലെറ്ററിൻ്റെ വലിപ്പത്തിൽ നിന്ന് അല്പം കൂടെ വലിപ്പത്തിലുള്ള ലെറ്ററിൽ എഴുതുക. പിന്നെ ആമുഖമുണ്ടായിരിക്കണം. ആമുഖം എഴുത്തിനെക്കുറിച്ചും എഴുത്തുകാരനെക്കുറിച്ചും അതുപോലെ തന്നെ തന്നിരിക്കുന്ന വിഷയത്തിൻ്റെ പ്രാധാന്യം, നിങ്ങൾക്ക് ഏത് പാഠമാണോ തന്നിരിക്കുന്നത് ആ പാഠത്തിൽ തന്നിരിക്കുന്ന ചോദ്യത്തിൻ്റെ വിഷയവുമായി ബന്ധമുള്ള ഭാഗമുണ്ടാകും. അല്ലെങ്കിൽ ആ ബന്ധമാണ് ഇൻട്രൊഡക്ഷനിൽ എഴുതേണ്ടത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഓരോ വിളിയും കാത്ത്, അച്ഛൻ്റെ മരണം നടന്ന വീട്ടിൽ അമ്മയെ തനിച്ചാക്കി പോകുന്നതിൽ വിഷമം തോന്നുന്ന മകന് അച്ഛനില്ലാത്ത വീട്ടിൽ അമ്മ തനിച്ചിരിക്കില്ല എന്ന ബോധ്യമുണ്ടായിരുന്നു. കാരണം അച്ഛൻ്റെ ഓരോ വിളിക്കും വേണ്ടി കാത്തിരിക്കുന്ന ഒരു അമ്മയാണ് പാഠഭാഗത്തിൽ ഉടനീളം അവതരിപ്പിക്കുന്നത്. ഇതാണ് ആ പാഠഭാഗത്തിൻ്റെ ഇൻട്രൊഡക്ഷൻ. അത് കഴിഞ്ഞ് ആശയം എഴുതുക. അത് കഴിഞ്ഞ് അവസാന കൺക്ലൂഷനിൽ ഇന്ന് അത്തരം ബന്ധങ്ങളില്ല എന്നും അണുകുടുംബങ്ങളായി കുടുംബങ്ങൾ വിഘടിച്ചു പോവുകയും എല്ലാവരും ജോലിക്കാരായതുകൊണ്ട് തന്നെ അച്ഛനും അമ്മയും മക്കളും തമ്മിലുള്ള ആത്മബന്ധം വളരെ കുറഞ്ഞു പോയെന്നും അതിന് മറ്റൊരു കാരണമെന്ന് പറയുന്നത് എന്താണ്, ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ ഉപയോഗമാണെന്നും മൊബൈൽ ഫോണിലാണ് ഇന്ന് പലപ്പോഴും എല്ലാവരും കുടുംബത്തിലേക്ക് കയറി വന്ന പരസ്പരം ആരും സംസാരിക്കാൻ സമയമില്ലാതെ അവരവരുടെ ജീവിതത്തിലേക്കും അവരവരുടെ ഫോണിലേക്കും മാത്രമായി ചുരുങ്ങുന്ന ബന്ധങ്ങളാണ് ഇന്നുള്ളത് എന്ന ഒരു കൺക്ലൂഷൻ വേണം എഴുതാൻ. അപ്പോൾ ശീർഷകം, ആമുഖം, ആശയം, കൺക്ലൂഷൻ, ഇങ്ങനെ 3 പാരഗ്രാഫ് ആക്കിയിട്ട് വേണം എഴുതാൻ. ഇത്രയുമാണ് ഉപന്യാസം എങ്ങനെ തയ്യാറാക്കണം എന്നുള്ളത്. അപ്പോൾ പ്രാധാന്യം കൊടുക്കേണ്ട ഉപന്യാസം ഏതാണെന്ന് എൻ്റെ മക്കൾക്ക് മനസ്സിലായല്ലോ. അമ്മത്തൊട്ടിലിന് പ്രാധാന്യം കൊടുക്കുക, ഓരോ വിളിക്കും പ്രാധാന്യം കൊടുക്കുക. പിന്നെ നിങ്ങൾ അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കൊടുത്തിട്ട് പിന്നെ കൊച്ചു ചക്കരച്ചിക്കും. ഇനി ഇതിന്നൊന്നുമില്ലാതെ മറ്റൊരു പാഠം കൂടെ വരാൻ സാധ്യതയുണ്ട് മക്കളെ.
ഏതാണെന്നറിയോ? ഇതുവരെ ഒന്നിലും വരാത്തത് കൊണ്ട് ശ്രീനാരായണ ഗുരുവിൻ്റെ സന്ദേശങ്ങളുടെ സമകാലിക പ്രസക്തി എന്ന രീതിയിലും ഒരു ചോദ്യം വന്നേക്കാം. അപ്പോൾ കൃത്യമായിട്ട് 4 ഉപന്യാസം മക്കൾ പഠിച്ചു വെക്കണം. ഒന്ന് കൊച്ചു ചക്കരച്ചി എന്ന് പഠിക്കണം. ആദ്യം പഠിക്കേണ്ടത് ഓരോ വിളിയും കാത്ത്, അമ്മത്തൊട്ടിൽ, കൊച്ചു ചക്കരച്ചി, ശ്രീനാരായണ ഗുരു. ഈ 4 ഉപന്യാസങ്ങൾ എൻ്റെ മക്കളൊന്ന് ഇമ്പോർട്ടൻ്റായി പഠിച്ചാൽ അതിലൊരു ഉപന്യാസം എഴുതാൻ നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയുള്ള വീഡിയോ ഏതാണ് വേണ്ടത് എന്നും കൂടി നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ മക്കളെ.